മാൾട്ടയിലേക്ക് വരാൻ വേണ്ടി നോക്കുന്നവർ, അതുപോലെ വരാൻ റെഡി ആയിട്ടിരിക്കുന്നവർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ മലയാളികളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ, അതായത് അവരുടെ അടുത്ത് നിന്ന് യൂറോ മേടിക്കണു, നമ്മൾ ഇന്ത്യൻ റുപ്പി INR ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് അവർ പറയുന്ന ഇട്ട് കൊടുക്കുന്നു. ആ പരിപാടിയൊക്കെ നാട്ടിൽ നിന്ന് ചെയ്യുമ്പോഴാണെങ്കിലും ഇവിടെ വന്നിട്ട് തരാമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും, ഇപ്പോൾ നമുക്കതുപോലെ അറിയാവുന്ന ആൾക്കാർ, നമുക്ക് നേരത്തെ ബന്ധമുള്ള അങ്ങനെയുള്ളവരൊക്കെ വഴി മാക്സിമം ചെയ്യുക. കാരണം ഇതിലിപ്പോൾ ഞങ്ങൾ വന്നിട്ട് 2 മാസം ആവുന്നു, 2 മാസം കഴിഞ്ഞ്. അപ്പോൾ ഈ ടൈം കൊണ്ട് തന്നെ നമ്മളൊരു ഇന്ന കേസുകൾ കേട്ടു. പൈസ അങ്ങനെ ഇടിച്ചിട്ട് യൂറോ കയ്യിൽ കൊടുക്കാത്ത കേസുകൾ. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന വിസ സെറ്റാക്കി തരാം, അത് റെഡിയാക്കി തരാം, ഇത് റെഡിയാക്കി തരാം, നിന്നെ കൊണ്ടുവന്ന് ആക്കിത്തരാം എന്നൊക്കെ പറയുന്ന ടീംസുണ്ട്. അവർ പൈസ മേടിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ വലിയ ഒരു മൈൻഡ് ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് പേരൊക്കെ പെട്ട് നല്ല പൈസ പോയിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ നമ്മുടെ ഇവിടുത്തെ ഒരു ഗ്രൂപ്പിൽ വന്നൊരു ഏതോ ഒരുത്തൻ ഒരു 40 ലക്ഷം രൂപ മുകളിൽ ഇങ്ങനെ പലർക്കുമായിട്ട് എന്തോ കൊടുക്കാനോ എന്തോ ഉണ്ടെന്ന്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഫോറിനേഴ്സോ മാൾട്ടീസുകാരോ വേറെ ആരുമല്ല നമ്മളെ പറ്റിക്കുന്ന മലയാളികളാണ്. മറ്റവന്മാർ എന്നാൽ ഒന്നും ചെയ്യില്ല എന്നല്ല, എല്ലാവരെയും സൂക്ഷിക്കണം. എല്ലായിടത്തും ഉണ്ട് കള്ളന്മാർ. പിന്നെ പൊതുവെ നമ്മൾ കണ്ടവരും പരിചയപ്പെട്ടവരും ഒക്കെ നൈസാണ് മലയാളികൾ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് നൈസായിട്ടുള്ള ആൾക്കാരാണേലും എങ്ങനത്തെ ആരാണേലും നമ്മൾ ഈ പൈസേൻ്റെ ഡീലിങ്സൊക്കെ നടത്തുമ്പോഴല്ലോ അതുപോലെ നോക്കണം. നേരിട്ട് കണ്ട്, ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനെ, ഇപ്പോൾ എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക, അപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് INR ഇട്ട് കൊടുക്കുക പറയുന്ന അക്കൗണ്ടിലേക്ക്, എന്നിട്ട് യൂറോ മേടിക്കുക. അങ്ങനെ ആകുമ്പം എന്നെ പിടിച്ചിടിച്ച് മേടിക്കാനെങ്കിലും പറ്റും. അല്ലാതെ നമ്മൾ കാണാത്ത ഒരാൾക്ക് ചിലപ്പോൾ ആളിവിടെ ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഫണ്ട് ഇട്ട് കൊടുത്ത് ഇവിടുത്തെ നമ്പർ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, പിന്നെ ആളെ ഇവിടെ തപ്പിയാൽ പോലും ചിലപ്പോൾ കാണില്ല, വേറെ വല്ല സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സീനിലൊന്നും നമ്മൾ പെട്ട് നമ്മുടെ പൈസ അതിനകത്ത് കളയരുത്, പോകരുത്. അപ്പോൾ നമ്മൾ കരുതിയിരിക്കുക, ബി കെയർഫുൾ.